നമ്മളിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. ഒരു പാവം ആൺകുട്ടിയുടെയും ഒരു പാവം ആനക്കുട്ടിയുടെയും കഥ അല്ലേ? അപ്പോൾ ആനക്കുട്ടി എങ്ങനത്തതാണ്? വലിയത് അല്ലേ? മാനോ കുഞ്ഞത്. മാൻ കുഞ്ഞ്, ആന വലിയത്. എലിഫൻ്റ് അതൊക്കെയല്ലേ എന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കാട്ടിൽ ഒരു ആനക്കുഞ്ഞുണ്ടായിരുന്നു. ആനക്കുട്ടി വലിയതായതുകൊണ്ട് അതിന് ആരും ഒന്നിച്ച് കളിക്കാൻ കൂട്ടലില്ല. പാവം ഒറ്റക്കാണ്. ഇത് വലിയതായതുകൊണ്ട് കാട്ടിലുള്ള മറ്റ് കുഞ്ഞു മൃഗങ്ങളൊന്നും ആനക്കുട്ടിയോട് കളിക്കാൻ കൂടില്ല. അതുകൊണ്ട് ആനക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇപ്പം കരയും. ആണ്ടപ്പുറം കളിക്കാൻ ആരുമില്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കെ. അപ്പോൾ ഈ ആനക്കുട്ടി വരുമ്പോൾ തന്നെ എല്ലാവരും മാറിപ്പോകും അതിനെ പേടിച്ചിട്ട്. ആനക്കുട്ടി വരുമ്പോൾ മറ്റുള്ള എല്ലാ കുഞ്ഞു മൃഗങ്ങൾ, മുയൽ, മാന് ഇങ്ങനത്തെവരെല്ലാം ഓടിപ്പോകും. അപ്പോൾ ഒരു ദിവസം ആനക്കുട്ടി ഇങ്ങനെ കാട്ടിലേ നടന്നു പോകുമ്പം അവിടെ ഒരു മാൻകുട്ടിയുണ്ട്. ഇങ്ങനെ എന്തോ കാലിന് മുള്ളു തറച്ചിട്ടോ അങ്ങനെ എന്തോ അവിടെ അവശനായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആനക്കുട്ടി എന്ത് ചെയ്തു? വേഗം ഇവിടെ പോയി ഈ മാൻകുട്ടീൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ മാൻകുട്ടിക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാൻകുട്ടിക്കൊണ്ട് പനിക്കുന്നു. മാൻകുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ആനക്കുട്ടി എന്ത് ചെയ്തു എന്നറിയാം? ആനക്കുട്ടി വേഗം കാട്ടിലെ കുറച്ച് പച്ചില മരുന്നുകളെല്ലാം പറിച്ചിട്ട് അത് മാൻകുട്ടിക്ക് കൊടുത്ത് അതിന് കുടിക്കാനുള്ള വെള്ളം, തിന്നാനുള്ള പുല്ലും എല്ലാം കൊണ്ടു കൊടുത്തിട്ട് ആനക്കുട്ടി അവിടുന്ന് പോയേ. അപ്പോൾ പിറ്റേന്നും ആനക്കുട്ടി അതിലേ വന്നിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് മാൻകുട്ടീൻ്റെ പനിയെല്ലാം മാറി. മാൻകുട്ടി വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ആനക്കുട്ടീനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മാൻകുട്ടിക്ക് എന്തായി? ആനക്കുട്ടിയോടുള്ള പേടിയെല്ലാം മാറി. മാൻകുട്ടിക്ക് മനസ്സിലായി ആനക്കുട്ടി ഒരു പാവാണ്, അതാരും ഒന്നും ചെയ്യൂല എന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം? അപ്പോൾ പിന്നെ അവരിന്ന് എല്ലാ ദിവസവും രണ്ടാളും ഒന്നിച്ച് കളിക്കാൻ തുടങ്ങി. കുഞ്ഞു മാൻകുട്ടിയും വലിയ ആനക്കുട്ടിയും കൂടി ഒന്നിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരൊന്നിച്ച് കളിക്കുന്നുണ്ടായിട്ട് കാട്ടിലുള്ള മറ്റ് കുഞ്ഞു മൃഗങ്ങളും, മുയൽ, ആമ, എലി അങ്ങനത്തെ കുഞ്ഞു മൃഗങ്ങളിലും പിന്നെ ഇവരൊപ്പരം വന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും എന്തായി? സന്തോഷത്തോടെ കളിച്ചു. അപ്പോൾ അങ്ങനെ ആനക്കുട്ടി അവരിൽ ഒരാളായിട്ട് മാറി അല്ലേ? മാറി. അങ്ങനെ മാറിയതിന് ശേഷം പിന്നെ ആനക്കുട്ടിക്ക് ഒരിക്കലും സങ്കടം ഉണ്ടായിട്ടില്ല അല്ലേ? അതെന്തുകൊണ്ടാ സങ്കടം തുമ്പിക്കൈ വിളിച്ചിട്ട് കണ്ടിട്ടില്ലേ ആനക്കുട്ടീനാ? ഞാൻ വല്ലുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇപ്പോഴത്തെ ആനകളെല്ലാം ഉണ്ടല്ലോ നാട്ടിൽ വന്നിട്ട് ആളൊക്കെയല്ലേ നിന്നാ ചെയ്യാ? കാടില്ലാത്തതുകൊണ്ട് മുഖത്താക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കഥ കഴിഞ്ഞു. ഇനി നാളെ കഥ പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ വക എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുഡ് ബൈ പറ. ഗുഡ് ബൈ. ഓക്കെ.